ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ RBC ആണ്. RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്. RBCക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, എറിത്രോസൈറ്റ് എന്ന് വിളിക്കുന്നു RBCനെ. അപ്പോൾ RBC ആർ ദ നോൺ ന്യൂക്ലിയേറ്റഡ് ഫോം ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബ്ലഡ്. അതായത് RBC എന്ന് വെച്ചാൽ എന്താണ്? ഒരു നോൺ ന്യൂക്ലിയേറ്റഡ്, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു സെല്ലാണ് RBC എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി ബ്ലഡിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിൽ 3 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് RBCനെ കുറിച്ചാണ്. എന്താണ് RBC എന്ന് പറയുന്നത്? RBC എന്ന് വെച്ചാൽ ഒരു നോൺ ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. അതുപോലെ തന്നെ RBC ഓൾസോ നോൺ ആസ് എറിത്രോസൈറ്റ്. RBCനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? എറിത്രോസൈറ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചോ, RBC അഥവാ എറിത്രോസൈറ്റ്. ഇനി RBCൻ്റെ കളർ എന്താണ്? RBC color, red color of the RBC is due to the presence of coloring pigment called hemoglobin. അതായത് RBCക്ക് എങ്ങനെയാണ് റെഡ് കളർ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന് എങ്ങനെയാണ് റെഡ് കളർ കിട്ടുന്നത്? അത് നമ്മുടെ RBCയിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ RBC സെല്ലിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻ്റാണ് RBCക്ക് എന്ത് കൊടുക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ആ പിഗ്മെൻ്റ് ഏതാണ്? ഹീമോഗ്ലോബിൻ. ആ പിഗ്മെൻറ്റിനെയാണ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? RBCൻ്റെ അകത്താണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. RBC പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അപ്പോൾ RBCൻ്റെ ഫങ്ഷൻ എന്താണ് മെയിനായിട്ടുള്ള ഫങ്ഷന്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസസ്. അപ്പോൾ RBCയുടെ ഫങ്ഷൻ ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസ്. അതായത് നമ്മുടെ ഓക്സിജനെ ലങ്സിൽ നിന്ന് ടിഷ്യൂവിലേക്കും ടിഷ്യൂവിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? RBC ആണ്. RBCൻ്റെ നോർമൽ വാല്യൂ ആണ്. അപ്പോൾ RBCൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? ഇത് RBC റേഞ്ച് ബിറ്റ്വീൻ 4 to 5 മില്യൺ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. അതായത് RBCൻ്റെ നമ്മുടെ ബ്ലഡിലുള്ള റേഞ്ച് എത്രയാണ്, അല്ലെങ്കിൽ നോർമൽ വാല്യൂ എത്രയാണ്? ഏകദേശം 4 തൊട്ട് 5.5 മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. അപ്പോൾ അഡൾട്ടിൽ എങ്ങനെയാണ്? അതായത് ഇത് ഡിഫറെൻ്റ് ആണ്. അതായത് അഡൾട്ടിലും അതുപോലെ തന്നെ അഡൾട്ട് മെയിൽസിലും അതുപോലെ തന്നെ അഡൾട്ട് ഫീമെയിൽസിലും എന്താണ് ഇതിൻ്റെ, അതായത് RBCൻ്റെ നോർമൽ റേറ്റ് എന്നല്ല, നോർമൽ വാല്യൂ എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. അഡൾട്ട് മെയിലിൽ എത്രയാണ് പറയുന്നത്? ഏകദേശം 5 മില്യൺ. ഏകദേശം എത്രയാണ്? 5 മില്യൺ, അപ് ടു 5 മില്യൺ വരെ, 5 മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്ററും. ഇനി ഫീമെയിൽസിൽ എത്രയാണ് വരുന്നത്? ഏകദേശം 4.5 മില്യൺ വരെയാണ്, മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്റർ വരെയാണ് ഫീമെയിൽസിൽ വരുന്നത്. അതായത് മെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴെന്താണ്, ഫീമെയിൽസിൽ RBCൻ്റെ അളവ് കുറവാണ്. കാരണം എന്താണ്? അവരെ മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ തന്നെ ഉള്ള ഫിസിയോളജിക്കലായിട്ടുള്ള വേരിയേഷൻ കൊണ്ട് എന്തായിരിക്കും? RBCയുടെ കൗണ്ട് അവരെ പ്യൂബർട്ടി പീരീഡിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് RBCൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. എന്താണ് RBCയുടെ ഷേപ്പ്? നോർമലി RBC ആർ ഡിസ്ക് ഷേപ്പ്ഡ് ആൻഡ് ബൈകോൺകേവ്. അതായത് RBC എങ്ങനെ ആയിരിക്കും? ഒന്നെങ്കിൽ ഒരു ഡിസ്കിൻ്റെ ഷേപ്പ് ആയിരിക്കും, അതില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ബൈകോൺകേവ് ഷേപ്പ് ആയിരിക്കും RBCക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. സെൻട്രൽ പോർഷൻ ഈസ് തിന്നർ ആൻഡ് പെരിഫറി ഈസ് തിക്കർ. അതായത് RBCയുടെ ആ സെൻട്രൽ പോർഷൻ എന്തായിരിക്കും? തിന്നറായിരിക്കും, അതായത് കട്ടി കുറവായിരിക്കും. അതുപോലെ തന്നെ പെരിഫറി എങ്ങനെയായിരിക്കും വെച്ച് നോക്കുമ്പോൾ? തിക്കറായിരിക്കും. ഈ ബൈകോൺകേവ് ഷേപ്പ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് RBCക്കുള്ളത്? അത് മെക്കാനിക്കലും അതുപോലെ തന്നെ ഫങ്ഷണലും ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ബൈകോൺകേവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ബൈകോൺകേവ് ഷേപ്പ് എന്താക്കുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ബൈകോൺകേവ് ഷേപ്പ് ഹെൽപ്പ് ഇൻ ദ ഈക്വൽ ആൻഡ് റാപ്പിഡ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് അതർ സബ്സ്റ്റൻസ് ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ സെൽസ്. അടുത്ത എന്താണ്? അതായത് ഈ ബൈകോൺകേവ് ഷേപ്പ് ഉള്ളത് കൊണ്ട് എന്താണ്? ഈക്വലും റാപ്പിഡും ആയിട്ടുള്ള ഓക്സിജൻ ഡിഫ്യൂഷൻ സെൽസിലേക്ക് നടക്കുന്നു. അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്? ലാർജ് സർഫസ് ഏരിയ ഈസ് പ്രൊവൈഡഡ് ഫോർ ദ അബ്സർവേഷൻ ഓർ റിമൂവൽ ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ്. അതായത് ആ ലാർജ് ബൈകോൺകേവ് ഷേപ്പിൽ എന്തുണ്ട്? ലാർജ് സർഫസ് ഏരിയ ഉണ്ട്, കൂടുതൽ സ്ഥലമുണ്ട്. അതുകൊണ്ട് എന്താണുള്ള ഉപയോഗം എന്ന് വെച്ചാൽ അബ്സർവേഷൻ, അതായത് കുറേ ഓക്സിജൻ അബ്സോർവ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാനോ അതുപോലെ തന്നെ എന്താണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് സർഫസ് ഏരിയ സഹായിക്കുന്നു.
ബിക്കോസ് ഓഫ് ദ അടുത്ത മൂന്നാമത്തെ എന്താണ്, ബിക്കോസ് ഓഫ് ദ ബൈകോൺകേവ് ഷേപ്പ് വൈൽ പാസിംഗ് ത്രൂ മൈന്യൂട്ട് കാപ്പിലറി ആർ ബി സി സ്ക്യൂസ് ത്രൂ ദ കാപ്പിലറി വെരി ഈസിലി വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഡാമേജ്. അതായത് നമ്മുടെ ബൈകോൺകേവ് ഷേപ്പ് ഉള്ളത് കൊണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിൽ ചെറിയ കാപ്പിലറിയുടെ അകത്ത് പോലും ആർ ബി സിക്ക് ഡാമേജ് ഇല്ലാതെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പോൾ ഇതാണ് ആർ ബി സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. റൗണ്ട് ഷേപ്പ് അഥവാ ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ബൈകോൺകേവ് ഷേപ്പ്. അടുത്തതാണ് ആർ ബി സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ആർ ബി സിയുടെ ഷേപ്പ് പഠിച്ചു, ആ ഷേപ്പിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് പഠിച്ചു. അടുത്ത് എന്താണ് നോക്കുന്നത്, ആർ ബി സിൻ്റെ സൈസ് എത്രയാണ്. നോർമൽ ഡയമീറ്റർ എത്രയാണ്, ഏകദേശം 7.2 മൈക്രോമാണ്. അടുത്തത് സർഫസ് ഏരിയ എത്രയാണ്, 120 സ്ക്വയർ ആണ്. അതുപോലെ തന്നെ വോളിയം എത്രയാണ് വരുന്നത്, 80 to 90 ക്യൂബിക് മൈക്രോം ആണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതായത് ആർ ബി സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു പ്രോപ്പർട്ടീസ്. അടുത്തത് ആർ ബി സിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, റോളക്സ് ഫോർമേഷൻ, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, പാക്ഡ് സെൽ വോളിയം, സസ്പെൻഷൻ സ്റ്റെബിലിറ്റി. സാധാരണയായിട്ട് ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ 4 പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം, ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ് ഒന്നും കൂടി നോക്കാം. റോളക്സ് ഫോർമേഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി, പാക്ഡ് സെൽ വോളിയം, അതുപോലെ തന്നെ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഫോട്ടോത്തിൽ കാണുന്നതാണ് റോളക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തെന്താണ്, ഫോർമേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സി. അതായത് ആർ ബി സി എങ്ങനെയാണ്, എവിടെയാണ് ആർ ബി സി ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ എവിടെയാണ് ആർ ബി സി നശിച്ചു പോകുന്നത്. എവിടെയായിരിക്കും ആർ ബി സി നശിക്കുന്നത്, ഗ്രേവേഡ് ഓഫ് സെൽസ് ഏതാണ്, അല്ലെങ്കിൽ ഗ്രേവേഡ് ഓഫ് ആർ ബി സി ഏതാണ്, നമ്മുടെ സ്പ്ലീനിനെയാണ് ഗ്രേവേഡ് എന്ന് വെച്ചാൽ എന്താണ്, ശ്മശാനം. അതായത് നമ്മുടെ ആർ ബി സി എവിടെ പോയിട്ടാണ് നശിക്കുന്നത്. ഒരു ആർ ബി സിൻ്റെ നോർമൽ ലൈഫ് സ്പാൻ എത്രയാണ്, 120 ഡേയ്സ് ആണ്. അതായത് 120 ഡേയ്സ്. ഈ 120 ഡേയ്സ് അതായത് 120 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ആർ ബി സി എവിടത്തേക്ക് പോയിട്ടായിരിക്കും നശിക്കുന്നത്, നമ്മുടെ സ്പ്ലീനിൽ. അതുകൊണ്ടാണ് നമ്മുടെ സ്പ്ലീനിൽ എന്ത് വിളിക്കുന്നത്, ഗ്രേവേഡ് ഓഫ് ആർ ബി സി എന്ന് വിളിക്കുന്നത്. അതായത് ശ്മശാനം, ആർ ബി സിയുടെ ശ്മശാനം എവിടെയാണ്, നമ്മുടെ സ്പ്ലീനിലാണ്. അപ്പോൾ ഈ സ്പ്ലീനിലാണ് ഫെയ്റ്റ് ഓഫ് ആർ ബി സി എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്താണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, ഫെയ്റ്റ് ഓഫ് ആർ ബി സി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ആക്കുന്ന ആർ ബി സി ബ്ലഡിലേക്ക് എത്തുകയും അതിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് 120 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം അത് സ്പ്ലീനിലേക്ക് പോവുകയും സ്പ്ലീനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, സ്പ്ലീനിലേക്ക് പോയിട്ട് അവിടുന്ന് ഹീമോഗ്ലോബിൻ റിലീസ് ആകുന്നു. അതായത് ആർ ബി സിൻ്റെ അകത്തു നിന്നുള്ള ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും, അയൺ കിട്ടും, ഗ്ലോബുലിൻ കിട്ടും, അതുപോലെ തന്നെ പ്രോഫൈറിൻ കിട്ടും. അപ്പോൾ ഈ ഒരു പിക്ചറിൽ അതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ആർ ബി സി ഇൻ ദ സ്പ്ലീന്. അതായത് സ്പ്ലീനിൽ പോയിട്ട് ആർ ബി സി ഡിസ്ട്രക്ഷൻ ചെയ്യുന്നു, നശിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താക്കും, നമ്മുടെ റിലീസ് ഓഫ് ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും. ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്തൊക്കെ എന്തൊക്കെയാണ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അയൺ ഉണ്ടാകുന്നു, ഗ്ലോബുലിൻ ഉണ്ടാകുന്നു, പ്രോഫൈറിൻ ഉണ്ടാകുന്നു. ഈ അയൺ എന്താണ്, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അതായത് അയൺ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ആർ ബി സിക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അതൊരു മെച്ചുറേഷൻ ഫാക്ടറാണ്. അപ്പോൾ ആർ ബി സി എന്താ, ഫെർട്ടിനായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സാധാരണ എന്താണ്, അനീമിയൊക്കെ ഉണ്ടാകുമ്പോൾ, അനീമിയ എന്ന് വെച്ചാൽ എന്താണ്, ആർ ബി സിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനീമിയ ഉണ്ടാകുമ്പോൾ സാധാരണ ഡോക്ടേഴ്സ് ഏത് മെഡിസിനാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അയൺ ഗുളികയൊക്കെ കൊടുക്കാറില്ലേ, പ്രഗ്നൻസിയിലൊക്കെ അയൺ ഗുളിക കൊടുക്കാറില്ലേ. അപ്പോൾ അയൺ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് ഫെർട്ടിൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അടുത്തത് ഗ്ലോബുലിൻ എന്താണ്, നമ്മൾ ഓൾറെഡി ബ്ലഡിൽ നമ്മൾ പഠിച്ചായിരുന്നു. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീനാണ്. ബ്ലഡിൽ എന്തുണ്ട്, പ്ലാസ്മയുണ്ട്. ആ പ്ലാസ്മയിൽ എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള പ്രോട്ടീനാണ് ഏത്, ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബുലിൻ എന്താണ്, പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതെന്താക്കുന്നു, പ്രോട്ടീൻ പൂളായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഹീമോഗ്ലോബിൻ നശിക്കുന്നതിന്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ റിലീസ് ആയതിനു ശേഷം ഉണ്ടാകുന്ന അടുത്തൊരു പ്രൊഡക്റ്റാണ് എന്താണ്, പ്രോഫൈറിൻ എന്ന് പറയുന്നത്. ഈ പ്രോഫൈറിൻ എന്താക്കുന്നു, ബിലിറുബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കേട്ടിട്ടുണ്ടാവും ബിലിറുബിൻ. ഈ ബിലിറുബിൻ എന്തായിട്ട് മാറുന്നു,
നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ബിലിറുബിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? യൂറിൻ വഴിയും അതുപോലെ തന്നെ ഫീക്കൽ മാറ്റൽ വഴിയും, അതായത് നമ്മുടെ സ്റ്റൂൾ വഴിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ബിലിറുബിൻ എക്സ്ക്രീറ്റ് ചെയ്തു പോകും. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ യൂറിനും യെല്ലോ കളർ കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫീക്കൽ മാറ്ററിന് എന്തുണ്ടെന്ന് യെല്ലോ കളർ സ്ട്രെക്കോബിലിനോജനും യൂറോബിലിനോജനായിട്ട് ഈ ബിലിറുബിൻ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് ഫേറ്റ് ഓഫ് ആർ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫേറ്റ് ഓഫ് ആർ ബി സിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിലിറുബിൻ, അതായത് ഈ പ്രോഫൈർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോഫൈറിൻ്റെ മറ്റൊരു പേരെന്താണ്? സ്പ്ലീനിലുണ്ടാകുന്ന ഈ പ്രോഫൈറിൻ്റെ മറ്റൊരു പേരിനോട്ട് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ. ഈ ബിലിറുബിൻ ലിവറിലേക്ക് എത്തിയിട്ട് കോൺജുഗേറ്റഡ് ബിലിറുബിനായിട്ട് മാറും. ഈ കോൺജുഗേറ്റഡ് ബിലിറുബിൻ കിഡ്നിയിലേക്ക് പോയിട്ട് എന്താവും? യൂറിൻ വഴി യൂറോബിലിനോജനായിട്ടും ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്നു. ഇൻഡസ്റ്റൈനിലേക്ക് പോയിട്ട് എന്തായാലും സ്ട്രക്കോബിലിനോജനായിട്ട് ഫീക്കൽ മാറ്ററുമായിട്ട് പോകുന്നു. അതായത് നമ്മുടെ ആർ ബി സിയുടെ പ്രോപ്പർട്ടീസ് അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആദ്യത്തെ ഏതാണ്? റോളക്സ് ഫോർമേഷൻ. എന്താണ് റോളക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്? ഇത് ആർ ബി സി പൈലപ്പ് വൺ എബോ അനദർ ലൈക്ക് എ പൈൽ ഓഫ് കോയിൻസ് എന്ന് വെച്ചാൽ ഒരു കോയിൻ്റെ മുകളിൽ മറ്റൊരു കോയിൻ അടുക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ആ രീതിയിലാണ് ആർ ബി സി എങ്ങനെ എടുക്കുന്നത് സാധാരണ കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ബ്ലഡിലൂടെ ഒഴുകുമ്പോഴല്ല, നമ്മൾ ആർ ബി സി നമ്മൾ ESR എന്ന് ടെസ്റ്റ് കേട്ടിട്ടുണ്ട്, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് വെച്ചാൽ ESR എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലഡ് നമ്മൾ ഒരു ബ്ലഡ് എടുത്തു ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ട്യൂബിൽ സ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ എങ്ങനെയിരിക്കും? ഒരു കോയിൻ്റെ മുകളിൽ മറ്റൊരു കോയിൻ അടുക്കി വയ്ക്കുന്ന രീതിയിലായിരിക്കും ആർ ബി സി സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. അതിനെയാണ് റോളക്സ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ആർ ബി സിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എത്രയാണ് ആർ ബി സിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി? 1.0922 1.101. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ അടുത്തെന്താണ്? പാക്ക്ഡ് സെൽ വോളിയം. പാക്ക്ഡ് സെൽ വോളിയം എന്താണെന്ന് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത എന്താണ്? സസ്പെൻഷൻ സ്റ്റെബിലിറ്റി. എന്താണ് ഈ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? ഡ്യൂറിങ് സർക്കുലേഷൻ ഇത് ആർ ബി സി റിമെയിൻ സസ്പെൻഡഡ് യൂണിഫോംലി ഇൻ ദ ബ്ലഡ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ദ ആർ ബി സി ഈസ് കോൾഡ് സസ്പെൻഷൻ സ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ ബ്ലഡിൽ അത് സസ്പെൻഡ് ആയിട്ട് ഒരു യൂണിഫോം മാറ്ററിൽ അത് സസ്പെൻഡ് ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് അതെന്തായിരിക്കുന്നു ഒരു സസ്പെൻഡ്, അതായത് ഒന്നിന് പുറകെ അത് ഒന്നായിട്ട് അത് ഒരു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് സസ്പെൻഷൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർത്ത് വെക്കുന്ന ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമ്മുടെ ആർ ബി സിയുടെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ലൈഫ് സ്പാൻ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ലൈഫ് സ്പാൻ എത്രയാണ് ആർ ബി സിൻ്റെത് എന്ന് പറയുന്നത്? 120 days ആണ്. എത്രയാണ്? 120 days. കുട്ടികളിൽ എന്തായിരിക്കും ഇത് കുറവായിരിക്കും. ഇപ്പോൾ ന്യൂ ബോൺ ജനിക്കുന്ന കുട്ടികൾ എന്തായിരിക്കും ഇത് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിസിയോളജിക്കൽ ജോണ്ടീസ് എന്നും പാത്തോളജിക്കൽ ജോണ്ടീസ് എന്നും. അതായത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ, ജനിച്ച കുട്ടികളിൽ ഒരു ന്യൂ ബോൺ ബേബീസിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ചൂടത്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റിൽ വെക്കാറുണ്ടൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നില്ലേ? എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് മഞ്ഞ കാണുന്നതൊക്കെ പറയാറില്ലേ? അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? നമ്മുടെ ഫിസിയോളജിക്കൽ ജോണ്ടീസ് എന്ന് പറയുന്നത്. കാരണം എന്താണ് ഫിസിയോളജിക്കൽ ജോണ്ടീസിനുള്ള? കുട്ടികളിൽ എന്താണ് ആർ ബി സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അഡൾട്ടിനെ കാട്ടി കുറവായിരിക്കും. അതുപോലെ തന്നെ ആർ ബി സിയുടെ കൗണ്ട് കുട്ടികളിൽ എന്തായിരിക്കും? ന്യൂ ബോൺസിൽ കൂടുതലായിരിക്കും. അപ്പോൾ സഡനായിട്ടുള്ള ഡിസ്ട്രക്ഷനും നടക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കുട്ടികൾ എന്തായിരിക്കും ലിവറിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ഇമ്മച്ചുവറായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താക്കും? കൂടുതലായിട്ടുള്ള ആർ ബി സി നശിച്ചു പോകും. കാരണം ഓൾറെഡി കുട്ടികളിൽ എന്താണ് ആർ ബി സിയുടെ അളവ് കൂടുതലാണ്, ലൈഫ് സ്പാനും കുറവാണ്. അപ്പോൾ കൂടുതലായിട്ട് ആർ ബി സി നശിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബിലിറുബിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസാവും. അപ്പോൾ ഈ കൂടുതലുണ്ടാകുന്ന ഈ ബിലിറുബിൻ നമ്മുടെ സ്കിന്നിലും മ്യൂക്കസ് മെമ്പറൈനിലും പോയിട്ട് അടിക്കുകയും അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് എന്ത് വിളിക്കുന്നത്? ഫിസിയോളജിക്കൽ ജോണ്ടീസ് എന്ന് വിളിക്കുന്നത്. അതായത് കുട്ടികളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ് ഫിസിയോളജിക്കൽ ജോണ്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഇൻഫ്രാറെഡിൻ്റെ ലൈറ്റിൻ്റെ അകത്തോ അതോ അല്ലെങ്കിൽ സൺലൈറ്റിൽ എന്തുണ്ട്? ഇൻഫ്രാറെഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ സംഭവിക്കും സ്കിന്നിലുള്ള ഈ ബിലിറുബിൻ എന്തായിട്ട് മാറും? നമ്മുടെ ബ്ലഡിലേക്ക് പോവുകയും അത് യൂറിൻ ഫീക്കൽ മാറ്റർ വഴി നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ വഴി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു.
അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ആർ ബി സി. എന്തൊക്കെയാണ് ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഓക്സിജൻ ഫ്രം ലങ്സ് ടു ടിഷ്യൂ. അതായത് നമ്മുടെ ഓക്സിജൻ ഉണ്ടല്ലോ, ലങ്സ്, അതായത് ലങ്സിലുള്ള ഓക്സിജൻ ടിഷ്യൂവിലേക്ക് എത്തിക്കുന്നു. അതായത് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട്, ആർ ബി സിൻ്റെ അകത്തുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുകയും കൂടിച്ചേരുകയും അതെന്തായിട്ട് മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ എന്നുള്ളൊരു കോമ്പൗണ്ടിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിനാണ് എന്തായിട്ട് മാറുന്നു? നമ്മുടെ ടിഷ്യൂവിലേക്ക് എത്തുന്നത്. അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. അതായത് ഏകദേശം 100% ഓക്സിജൻ എടുത്താൽ 90% ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിൻ എന്നുള്ളൊരു ഓക്സി ഹീമോഗ്ലോബിനിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് നമ്മുടെ ബ്ലഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് ടിഷ്യൂവിലേക്ക് എത്തുന്നു. അടുത്താണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്സ്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ടിഷ്യൂവിൽ നിന്ന് ലങ്സിലേക്ക് എത്തിക്കുന്നു. ഹീമോഗ്ലോബിനാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്സ്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ടിഷ്യൂവിൽ നിന്ന് ലങ്സിലേക്ക് എത്തിക്കുന്നു. ഹീമോഗ്ലോബിൻ കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്നിട്ട് എന്താക്കുന്നു? കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. എബൌട്ട് 30% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദിസ് ഫോം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, 100%, അതായത് നമ്മുടെ ശരീരത്തിൽ 100% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ അതിൽ 30% കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിട്ട് ഇപ്പോൾ ബാക്കി വരുന്നൊരു 70% എന്ത് ഫോമിലായിട്ട് മാറുന്നത്? ബൈകാർബണേറ്റ് ഫോമിൽ ടിഷ്യൂന്ന് അത് ലങ്സിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റെസ്പിറേഷൻ ആരാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇൻസ്പിരേഷൻ ഉണ്ടാവില്ല. കാരണം ഇൻസ്പിരേറ്ററി സെൻറ്ററിന് ആരാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ബ്രെയിനിലാണ് നമ്മുടെ ഇൻസ്പിരേറ്ററി സെൻറ്റർ വരുന്നത്. ശ്വാസം അകത്തേക്ക് എടുക്കണമെങ്കിൽ ആര് വേണം? അല്ലെങ്കിൽ അതിന് സ്റ്റിമുലേറ്റ് ആക്കണമെങ്കിൽ, ആ ഇൻസ്പിരേറ്ററി സെൻറ്ററിന് സ്റ്റിമുലേറ്റ് ആക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയേ പറ്റൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് റെസ്പിറേഷനെ ബാധിക്കും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാം. റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാം. അടുത്ത എന്താണ്? ബഫറിങ് ആക്ഷൻ ഇൻ ബ്ലഡ്. അതായത് ബഫറിങ് ആക്ഷൻ എന്താ? നമ്മുടെ ആസിഡ്, അതായത് നമ്മുടെ ആ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിലെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ബഫറിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? അതായത് നമ്മുടെ ബ്ലഡ് അസിഡിക് ആവാതിരിക്കാനോ കംപ്ലീറ്റ് ആയിട്ട് ആൽക്കലൈൻ ആവാതിരിക്കാനോ ആര് സഹായിക്കുന്നു? RBC സഹായിക്കുന്നു. അടുത്തെന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നു? RBC സഹായിക്കുന്നു. എങ്ങനെയാണ് RBC സഹായിക്കുന്നത്? RBC ക്യാരി ദ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ ലൈക്ക് A ആൻറ്റിജൻ, B ആൻറ്റിജൻ ആൻഡ് RH ഫാക്ടർ. ദിസ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ്.